ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനി വിളക്ക് കൊടുത്തിട്ട് എന്ന് തിരുമേനി പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം നന്ദിനി വിളക്ക് കൊടുക്കണം. അതൊട്ടും പത്മക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ കടിച്ചമർത്തി നിൽക്കേണ്ടത് കടിച്ചമർത്തി തന്നെ നിൽക്കണം എന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ പത്മയാണെങ്കിൽ തൻ്റെ മകനെ എങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന തീരുമാനത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ വേദയ്ക്ക് പിടിക്കുന്നില്ല. വേദയോട് ഇന്ദ്രജ് പറയണം, ഇനിയൊന്നും മിണ്ടാതെ നിൽക്കുക, ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്ക്. ഈ പഴയതുപോലെ മമ്മി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ മിണ്ടാതെ നിൽക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ച് മലക്ക് കയറുന്നതല്ലേ, മല ചേട്ടുന്നതല്ലേ, മുരുകനെ കാണുന്നതല്ലേ എന്നൊക്കെ വാക്കുകൾ പറയും. അപ്പോൾ അത് കേൾക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് മിണ്ടാതെ നിൽക്കുന്നത് നല്ലത് എന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ മിണ്ടാതെ നിൽക്കുകയാണ്, രക്ഷയില്ലല്ലോ. അങ്ങനെ ആ സമയം കാണാൻ സൂര്യ ഈ വിളക്ക് കൊടുക്കുന്നതിനാണ്. സൂര്യ ഇങ്ങനെ കണ്ണിങ്ങനെ തള്ളി നാല് പുറം ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആരെയാണ് സൂര്യ നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഞെട്ടി നിൽക്കണം. അപ്പോൾ എന്തായാലും ഇനി ഭക്തിഗാനം പാടാല്ലേ എന്നൊക്കെ പറഞ്ഞ് പാടാൻ ഒരുങ്ങുമ്പോഴേക്ക് ഇല്ല, സമയമായിട്ടില്ല, എനിക്ക് വരേണ്ട പ്രധാനപ്പെട്ട VIP എത്തിയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന വിജയ് പറയണേ, എന്താ ഇപ്പോൾ ഈ പറയുന്നത്, VIP എത്തിയിട്ടില്ലെന്നോ? ഞാനല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ VIP എന്ന് വിജയ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അമ്മയെ ഇന്ദ്രജ് പറയാൻ നിങ്ങളുടെയൊക്കെ ഈ ഒരുമാതിരി മനുഷ്യനെ ഭ്രാന്താക്കുന്ന ഈ ഒരു തമാശയുണ്ട്, അതൊന്ന് നിർത്തിക്കേന്ന് പറയും കേട്ടോ. അല്ല പിന്നെ ഇപ്പോൾ ആരെ VIP വരാനുള്ളത്, നിങ്ങളോടല്ലേ പറഞ്ഞത് നിർത്താനൊന്ന് നിർത്തിയെന്ന് പറയണേ. ആ സമയം അല്ല ഇന്ദ്രജ്, ആരാണ് ഇപ്പോൾ ഇവിടുത്തെ VIP? അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണ, മോനെ നീ ആരാണ് VIP എന്ന് ഉദ്ദേശിക്കുന്നത്, ആരെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ വേദ പറയണത്, അതിപ്പോൾ ഇനിയിപ്പോൾ കമ്പനിയിൽ ആരെങ്കിലുമൊക്കെ അതായിരിക്കും എന്ന് പറയണം. അപ്പോഴും പത്മൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ VIPയും കാത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് തന്നെ സൂര്യൻ നോക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ആരാന്ന് ഓരോരുത്തരായി സൂര്യയോട് ചോദിക്കുന്നുണ്ട്. സൂര്യ അതിനൊരു മറുപടി നൽകില്ല കേട്ടോ. അങ്ങനെ ഈ സമയം കാണാൻ പെട്ടെന്ന് തൻ്റെ മുന്നിലോട്ട് കുറേ ആളുകളിങ്ങനെ വരുന്നത് കേട്ടോ. ഒരുമാതിരി ആകെ ചളിയിലൊക്കെ നിറഞ്ഞ ആ ഭിക്ഷക്കാർ കേട്ടോ, ഭിക്ഷാടനത്തിന് അന്ന് ഇരുന്നില്ലേ, അവരെല്ലാവരും തള്ളിയും കൊണ്ട് വരുന്നത്. അപ്പോൾ അവരുടെ വരവ് തന്നെ ഒരുമാതിരി ആകെ അലങ്കോലമായിട്ടുള്ള വരവാട്ടോ. അത് കാണുന്ന പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഈ സമയം സൂര്യ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടിച്ച് കയറുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ് പറയണ, അമ്മേ നല്ലൊരു പരിപാടി നടക്കുന്ന സമയത്ത് ഇവരെ പോലെയുള്ളവർ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഒന്ന് പറഞ്ഞേക്കാൻ നോക്കും. അപ്പോൾ വിജയ് പറയണം, ഇവരങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എവിടെയും ഉണ്ടാവും ഈ തരം ആളുകൾ, എവിടെയും അമ്മേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ധർമ്മം ചോദിച്ചങ്ങ് വരും, ഇവരങ്ങ് വെറുതെ വിടാൻ പറ്റില്ല മനുഷ്യൻ്റെ ഓരോ പരിപാടി നടത്തുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് അവരെ ആട്ടി വിടണം കേട്ടോ. അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാണ്. സൂര്യ അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറാനുള്ള ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനുണ്ട്. പത്മ പറയണേ, ഇവിടെ നല്ലൊരു പരിപാടി നടക്കുന്നത് കണ്ടില്ലേ, എന്തിനാണ് നിങ്ങൾ മനഃപൂർവ്വം ഇത് അലങ്കോലമാക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു, വലിഞ്ഞ് കയറി വന്നോളും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖമൊക്കെ ആകെ മാറുകയാണ് കേട്ടോ. ഇതേ സമയം മര്യാദക്ക് പോകുന്നുണ്ട്, ഇവിടെ നിങ്ങളുടെ ഈ ഇരിക്കവും ഭക്ഷണം കൊടുക്കുന്നതും ഇവിടെ കിട്ടില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആട്ടി വിടുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, അതെ ഇത് ഞാൻ വിളിച്ച VIPകളാണ്, ഞാൻ അച്ഛൻ പറഞ്ഞില്ലേ VIPകൾ എന്നത് ഇവരെയാണ് ഈ ഒരു ഭജനയ്ക്ക് ഇരുത്തേണ്ടത്, ഇവരാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്ന പത്മ ആകെ ഞെട്ടി പോകണേ, ഇവനെന്താ ഭ്രാന്ത് മൂത്തോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ഇന്ദ്രജ് പറയുന്നത് കണ്ടില്ലേ, മമ്മിയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. ആ കേട്ട ഉടൻ തന്നെ സൂര്യ പറയും, ഞാൻ ആരെയും അപമാനിക്കാനും ഇതാക്കാനുമില്ല, എൻ്റെ ഈ ഒരു മല ചുവട്ടുന്ന സമയത്ത് ഈ ഭജനയ്ക്ക് ഇരിക്കേണ്ട യഥാർത്ഥ വ്യക്തികൾ ഇവരാണെന്ന് എനിക്ക് തോന്നി, അപ്പോൾ ഇവർ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ശേഷം തിരുമേനി പറയണേ, ശരിയാണ്, ഇവരെ പോലെയുള്ള ആളുകളെയാണ് ഇവിടെ ആവശ്യമെന്ന് പറയാം കേട്ടോ. അങ്ങനെ പത്മക്കൊന്നും മിണ്ടാനാവില്ല കേട്ടോ. അപ്പോൾ ഇന്ദ്രജ് പറയണം, മമ്മിയെ മനഃപൂർവ്വം ഇതാക്കിയതാണ്. അപ്പോൾ വേദ പറയണതല്ലേ മമ്മിയോട് വരണ്ട എന്ന് പറഞ്ഞത്, എന്നിട്ട് മമ്മി എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ടല്ല മമ്മിക്ക് ഇത്രയും ആട്ടും തുപ്പൊക്കെ കേൾക്കേണ്ടി വന്നത്, എന്തിനാ മമ്മി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടേതായ ഒരു നിലപാട് പറയുന്നു കേട്ടോ. പത്മ പറയണേ, മിണ്ടാതെ നിൽക്കുക, എന്തായാലും കഴിയട്ടെ എന്ന് പറയണേ. അങ്ങനെ ഈ സമയം അതിശേഷൻ തിരുമേനി പറയണേ, എന്തായാലും പത്മയും യതീന്ദ്രൻ്റെയും വളർത്തിയ മകൻ ഇന്ന് നല്ല നിലയിലോട്ട് പോവാണ്, മുരുകൻ മലയിലോട്ട് പോവാണ്, മുരുകൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഈ ഭക്തിയും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ നിർവഴിക്ക് തന്നെ ചെയ്തു. ഞാൻ ഒരുപാട് മലക്ക് പോകുന്ന ആ ആളുകളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭക്തിയോടുകൂടി ഇത്രയും ദാനധർമ്മത്തോടു കൂടി ചെയ്യേണ്ട ആ ഒരു ലെവലിൽ തന്നെ കൊടുക്കേണ്ടവർക്ക് തന്നെ കൊടുത്ത ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ നിൽക്കുന്ന സൂര്യ തന്നെയാണ്. പത്മേനിങ്ങിൻ്റെ മകനെ ആകെ മാറിയിരിക്കുന്നു എന്ന് പറയട്ടെ. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നന്ദിനിക്കാണെന്ന് പറയുമ്പോൾ പത്മയുടെ ആ ഒരു പറഞ്ഞതങ്ങ് തിരിച്ചെടുത്ത ആ മുഖഭാവമായി കേട്ടോ. പിന്നീട് ഇവർ ആ ഒരു ഭക്തിഗാനം പാടുന്ന രംഗമാണ്, എല്ലാവരും കൂടി ഇരുന്ന് ഭക്തിഗാനം പാടുമ്പോൾ ഇഞ്ചി കടിച്ച് കുരങ്ങൻ്റെ പോലെയുള്ള ആ ഒരു മുഖഭാവവുമായി പത്മ നിൽക്കുകയാണ് മക്കളും. അങ്ങനെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ആ നിലപാടാണ് കേട്ടോ.
പിന്നീടാണെങ്കിലോ ആ ഭക്തിഗാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം തിരുമേനി പറയുകയാണ്, ഇനി എന്തായാലും കന്നിപൂജ തുടങ്ങാം, കന്നിപൂജയിലോട്ട് പോവാൻ, നമുക്ക് പൂജ തുടങ്ങാൻ, സ്വാമിയെ കാൽ കഴുകി പാദം സ്വീകരിക്കേണ്ട അങ്ങനെ ഒരു പൂജയുണ്ടല്ലോ, അത് ചെയ്യണമെന്ന് പറയും കേട്ടോ. അപ്പോൾ യതീന്ദ്രനും പത്മയും വന്നോളൂ, ഇനിയിപ്പോൾ എന്തായാലും മകൻ്റെ കാല് കഴുകിയിട്ട് നമുക്ക് ഇവരെ പറഞ്ഞു വിടാൻ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം ഒരു തളിക എടുക്കുന്നുണ്ട്. പിന്നീട് ഈ സ്വാമിമാർ കന്നിസ്വാമി വായോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയെയും വിളിക്കുകയാണ്. അങ്ങനെ നന്ദിനിയും രാജുവും അതുപോലെ ഈ നിൽക്കുന്ന സൂര്യയും നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രാജു നിൽക്കുന്നില്ല, അപ്പോൾ സൂര്യയും നന്ദിനിയാണ് ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ യതീന്ദ്രൻ ഓടി വരികയാണ്. അപ്പോൾ അതിനുശേഷം തിരുമേനി പറയാണ്, എന്തായാലും ഇവരുടെ പാദം കഴുകട്ടെ എന്ന് പറയണേ, മകൻ്റെ പാദം കഴുകി കൊടുക്കുക എന്ന് പറയണേ. അങ്ങനെ സ്വാമി എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഇവിടെ യതീന്ദ്രൻ മകൻ്റെ പാദം കഴുകി കൊടുക്കണം കേട്ടോ. പിന്നീട് നന്ദിനിയുടെ അരികിലോട്ട് എത്താണ്. പക്ഷേ നന്ദിനി യതീന്ദ്രൻ തൻ്റെ കാലിലോട്ട് വെള്ളമൊഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും തളികയിൽ നിന്ന് നന്ദിനി ഇങ്ങനെ ഇറങ്ങി നിൽക്കേണ്ട, വേണ്ട വേണ്ട യതീന്ദ്രൻ സർ ഇത് ചെയ്യരുതെന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പത്മയാണെങ്കിലും, എടി എൻ്റെ ഭർത്താവിനെ കൊണ്ട് നീ കാലും കഴിപ്പിച്ചില്ലേ, മമ്മി ഇത് കണ്ടോ, ഇതൊക്കെ കാണാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്, മമ്മിയെ ഓരോ ദിവസം അപമാനിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം യതീന്ദ്രൻ പറയണ, മോളെ ഇതിന് എന്താ കുഴപ്പമെന്ന് നന്ദിനിയോട് ചോദിക്കും. അപ്പോൾ നന്ദിനി പറയുന്നത്, വേണ്ട എൻ്റെ കാൽപാദം കഴുകേണ്ട, അത് തെറ്റാണ്, അത് ചെയ്യരുതെന്ന് പറയുന്നത്. അത് കേട്ടോടുതന്നെ അതിശേഷം തിരുമേനി പറയണേ, നീ ഒരു സ്വാമിയാണ് മോളെ, നീ അത് മറക്കരുത്, ഓരോ കാര്യങ്ങളും അതിൻ്റേതായ ഒരു ഇതോടുകൂടി ചിട്ടവട്ടത്തോട് ചൂടി ചെയ്യണം. ഇവിടെ വലുത് ചെറുത് പണമല്ല ഇവിടെ നോക്കുന്നത്, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, സ്വാമിക്ക് സ്വാമിയുടേതായ ഒരു നിലവാരം കൊടുക്കണം. അതുകൊണ്ട് മോളെ പൂജ തന്നെയാണ്, നിൻ്റെ കാല് കഴുകിയെന്ന് വെച്ചൊന്നും വരില്ല, മോൾ നിന്ന് കൊടുക്കുകയെന്ന് പറയണേ. അങ്ങനെ യതീന്ദ്രൻ നന്ദിനിയുടെ കാലൊക്കെ കഴുകി കൊടുക്കണം കേട്ടോ. ആ പൂജ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ യതീന്ദ്രൻ ചെയ്യണം. പിന്നീട് പത്മയെ അതിശേഷം തിരുമേനി വിളിക്കുകയാണ്. അങ്ങനെ പത്മ തൻ്റെ മകൻ്റെ അടുത്തോട്ട് ഓടിയെത്താണ്. തൻ്റെ മകൻ്റെ കാല് കഴുകാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് പത്മ. അങ്ങനെ മകൻ്റെ കാലൊക്കെ കഴുകി കൊടുത്ത് മകൻ നല്ലൊരു മകനായി വരട്ടെ എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് പോകുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നത്, മമ്മി ഇനിയിപ്പോൾ അവളുടെ കാലും കഴുകി കൊടുക്കുമോ ഈശ്വര എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ദ്രജയും വേദയും നിൽക്കുന്നത് കേട്ടോ. പക്ഷേ പത്മയാണെങ്കിലോ പിന്നീട് കഴുകി കൊടുക്കില്ല, അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അതിശേഷം തിരുമേനി പറയണേ, എന്താ പത്മ മേഡം നിങ്ങളെ കാണിച്ചത്, പത്മ ഇങ്ങനെ കാണിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, മരുമകളുടെ കാല് കഴുകാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പത്മക്ക് അവിടെ ഉത്തരമില്ല കേട്ടോ. അപ്പോൾ എടോ, ഇത്രയും സ്വാമിമാർ ഇവിടെ കൂടി നിൽക്കുമ്പോൾ താൻ തൻ്റെ വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കേണ്ട സമയം ഇപ്പോഴാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ, താൻ തൻ്റെ വാശിയും വൈരാഗ്യമൊക്കെ ഒന്ന് നിർത്തി പഴയ പത്മയിലോട്ട് വാ എന്നൊക്കെ പറയുമ്പോഴും പത്മ അത് കേൾക്കില്ല കേട്ടോ. എവിടെ നിന്നുള്ള ആ മനോഭാവം മൂലം പത്മയിൽ ഉണ്ടാവില്ല കേട്ടോ. പത്മ അത്രക്ക് ദേഷ്യമാണ് പത്മയുടെ ഉള്ളിൽ. അപ്പോൾ ഞാനൊന്ന് പറയുന്നത് കേൾക്കടോ, നീ എന്താടോ ഇങ്ങനെ ആയി പോകുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കൂട്ടോ. പക്ഷെ കേൾക്കില്ല. അപ്പോഴേക്കും ഇന്ദ്രജ പറയണേ, അതെ വീട്ടിലെ അംഗങ്ങളെല്ലാം ചെയ്യണമെന്നല്ലേ പറയുന്നത്, അപ്പം ഞാൻ അങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പത്മയുടെ ആ ഉത്തരവാദിത്തം ഇനി ഇന്ദ്രജ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രജ സൂര്യയുടെ കാലൊക്കെ കഴുകി കൊടുക്കണം. പിന്നീട് നന്ദിനിയുടെയും മനമില്ലാ മനസ്സോടെ താൻ കഴുകി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചടങ്ങ് ഇന്ദ്രജ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രജ നന്ദിനിയുടെ കാലൊക്കെ കഴുകുമ്പോൾ, എടി ഈ കാല് കഴുകിപ്പിച്ചതിന് നീ ഒരുപാട് കരയേണ്ടി വരും, ഇതൊക്കെ നീ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുകയാണെന്ന് മനസ്സിലായി, മനഃപൂർവ്വം ഞങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസം ഓരോന്ന് ചെയ്യുകയാണെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.